മുസീന അത് പണ്ട് ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ യൗമു വഫ ഉന്നീൽ എന്ന് പറയും. നൈൽ നദിയുടെ വഫാഇൻ്റെ ദിവസം എന്ന്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് പല മുഫസ്സിരിങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ ഇതുള്ള മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചാൽ പുരാതന കാലം മുതൽ നൈൽ നദി അതിനെക്കുറിച്ച് പറയാനെന്താ, നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നൈൽ നദിയെ ആശ്രയിച്ച നൈൽ നദി അത് നിറഞ്ഞു കവിയുമ്പോൾ എന്ത് ചെയ്യും, നൈൽ നദിയിൽ നിന്നുള്ള കനാലുകൾ വിദൂരങ്ങളിലേക്ക് തുറക്കും. ആ തുറക്കൽ നടന്നതിന് ശേഷമാണ് ഖാദിമാർ ഖറാജ് വിധിച്ചിരുന്നതാണ് ആളുകളുടെ മേൽ. ആളുകൾക്ക് ഉണ്ടല്ലോ, വരുമാനത്തിന് ഖറാജ് ഉണ്ടല്ലോ. ഈ ഖറാജിനെ എത്രയാണ് അതിൻ്റെ തോത് എന്ന് ഖാദിമാർ നിശ്ചയിക്കൽ ഇതിനനുസരിച്ചാണ്. നൈൽ നദിയിൽ നിന്ന് വെള്ളം എത്ര ഒഴുക്കി ആളുകൾക്ക് അത് എത്ര എത്തി അതിനനുസരിച്ച്. അപ്പം കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിള എത്രയായിരുന്നു, നന്നായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഖറാജ്, അങ്ങനെയാണ് ഖാദിമാർ തീരുമാനിച്ചത്. ഏതായാലും ഈ നൈലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ ഈ യൗമു സീന എന്ന് പറയുന്ന ദിവസം, അത് ഈ യൗമുൽ വഫ ഇന്നീൽ എന്നാണ് അതിന് പറയാം. അതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് എല്ലാവരും എന്ത് ചെയ്യും, അത് ഈജിപ്തുകാരുടെ പണ്ടേ ഒരു ആഘോഷ നാളാണ്. ചില തഫ്സീറുകളിൽ അത് അന്ന് മുതൽ ഇന്നോളം ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഉള്ള ഒരു വിഷയമാണെന്നാണ് ഈ നൈലിൻ്റെ ചരിത്രം. അതിൽ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈൽ നദിയെ പൂണ്ടാണ് ആളുകൾ എന്ത് ചെയ്യണത്, അവിടെ ജീവിക്കുന്നത്. ഒന്നുകിൽ നൈലിന് നേരിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കനാലുകളിൽ നിന്നുള്ള വെള്ളത്തെ അതിനെ ആശ്രയിച്ച്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, യുരീദ് ഐ യുഖ്രിജകും മിൻ അർദികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് ഉദ്ദേശം എന്നാര് പറയുന്നുണ്ട്, ഫിർഔൻ പറയുന്നുണ്ട്. അതെന്തിനാണ്, ഈ ആളുകൾ നൈലിനെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ പൂണ്ടുകൂടുന്നവരാണ്. നൈൽ അവിടെ ഉള്ളത് കാരണത്താൽ ആളുകൾക്ക് വളരെ ഹൃദ്യമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ പുറത്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജനങ്ങൾ ഇളകാൻ വേണ്ടിയിട്ടാണ് ആ ഫിറോനെ പറയുന്നതെന്നാണ്. ഏതായാലും യൗമുസീന, അത് ഈ തൂത്ത് എന്ന് പറയും, ഖിബ്തികളുടെ കാലവർഷത്തിൽ ഒരു മാസം. ഇപ്പം നമ്മൾ സെപ്റ്റംബർ മാസം, ഈ വർഷത്തിലെ ശൈത്യം, ഉഷ്ണം, വസന്തം, ഹേമന്തം അതിനാണ് ഖരീഫ് എന്ന് പറയുക. അതിന് ഒരു 18 ദിവസമൊക്കെ മുമ്പായിട്ട് ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു യൗമുസീന പണ്ടേ ഉണ്ട് എന്നാണ്. ഷഹ്റ ഐലൂൽ എന്ന് പറയും, സെപ്റ്റംബർ മാസത്തിന്. ആ മാസത്തിലാണ് അതിൻ്റെ ഒരു ആഘോഷ നാൾ. അത് ഈജിപ്തുകാർ പണ്ടേ ഈ നമ്മൾ ചരിത്രത്തിൽ വായിക്കേണ്ട, അവർ ഈ നൈലിനൊരു അറൂസിനെ നൽകുന്നതാണ്. നൈലിനൊരു അറൂസിനെ നൽകുന്ന പറഞ്ഞാൽ ഒരു സ്ത്രീയെ, നല്ല സുന്ദരിയായ സ്ത്രീയെ അണിയിച്ചൊരുക്കിയിട്ട് നൈലിലേക്ക് സമർപ്പിക്കും എന്നുള്ളതാണ്. അതിന് അത് വെള്ളത്തിലേക്ക് ഇട്ടുന്ന ഒരു സമ്പ്രദായം അത് പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴതില്ല, പിൽക്കാലങ്ങളിൽ അതില്ല. പക്ഷേ ആദ്യകാലങ്ങളിൽ അതുണ്ടായിരുന്നു എന്നുള്ളത് തഫ്സീറുകളിൽ വായിക്കും. കാരണം നൈലിന് അത്ര ഒരു ബഹുമാന ആദരവും കൽപ്പിച്ചിട്ടായിരുന്നു അവർ അതിനൊത്തുകൂടിയിരുന്നത് എന്നാണ്. അതാണ് ഈ യൗമുസീന. അത് പണ്ടേ നൈലിൻ്റെ വിഷയത്തിൽ ഉള്ള ഒരു ദിനമാണെന്നാണ്, അവരുടെ ഒരു ആഘോഷ ദിവസമാണെന്നാണ്. എല്ലാ ആളുകളും ഒത്തുകൂടും. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ യൗമുസീനയെ തിരഞ്ഞെടുത്ത് എന്തിനാണ്, മൂസാക്ക് അറിയാം തൻ്റെതെന്താണ്, സത്യമാണ്, അവിടെ കളവാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൻ്റെ ഈ ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കാനാകട്ടെ എന്ന നിലക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൗഈദുക്കും യൗമുസീന എന്ന് ആ ദിവസത്തെ തിരഞ്ഞെടുത്ത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അത് ചിലർ പറഞ്ഞത് ഈ യൗമുസീന ആകുമ്പോൾ അത് യൗമുസ്സൂഖ്, അവരുടെ ഒരു സൂഖിൻ്റെ ദിവസം കൂടിയാണ്. ജാഹിലിയത്തിൽ അയ്യാമുസ്സൂഖ് എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളുണ്ട് അറബികൾക്ക്. അത് ഇസ്ലാമിലും ആ സൂഖ്, ഇപ്പം സൂഖ് ഉക്കാദ് ചന്ത, സൂഖ് ദിൽ മജന്ന, അതേപോലെ തന്നെ സൂഖ് ദിൽ മജന്ന. ഇസ്ലാം തങ്ങൾ പങ്കെടുത്തിരുന്ന 3 സൂക്കുകളുണ്ട്. ഒന്ന് മിജന്ന, പിന്നെ ഒന്ന് സൂഖ് ദിൽ ഹിജാസ്, പിന്നെ ഒന്ന് സൂഖ് ഉക്കാദ് ഇന്നും പ്രസിദ്ധമാണ്. അതിൽ ദിൽ മജന്ന അറഫയിൽ നമ്മൾ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗത്തായിട്ട് കബ് എന്ന് പറഞ്ഞൊരു മല ഉണ്ട്. ആ മലയോടനുബന്ധിച്ചായിരുന്നു ഈ സൂക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. ഏതായാലും
ആ 3 സൂക്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്, ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള പങ്കാളിത്തം. അതേപോലെ തന്നെ ദൗമത്ത് ജന്തൽ അറിയപ്പെട്ട സൂക്കായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ദൗമത്ത് ജന്തലിലേക്ക് പറഞ്ഞേക്കും പറയേണ്ടത്. ദൗമത്ത് ജന്തലിൽ അവർ അവിടെ ഭയങ്കര സൂക്കാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ കിസ്ര രാജാവിൻ്റെ കീഴിലായിരുന്നു അന്ന് അവിടെ ദൗമത്ത് ജന്തൽ. അവിടുത്തെ ഗവർണറായിരുന്നു ഉഖൈദീർ. അവിടുത്തെ അവരുടെ റയീസായിരുന്നു അൽ അസ്ബഗ് ബിൻ അംർ അൽ കെൽബി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുന്നുണ്ട് അവരുടെ നേതാവിൻ്റെ മകളെ കല്യാണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയിട്ട് അങ്ങനെ തുമാവിർ എന്ന് പറയുന്ന അവരുടെ നേതാവിൻ്റെ മകൾ അംർ കല്യാണം കഴിച്ചൊക്കെ ഒരു ചരിത്രം നമ്മൾ വായിക്കും. ഏതായാലും ദൗമത്ത് ജന്തൽ സൂക്ക്, അതേപോലെ തന്നെ സൂക്ക് ഹജർ, സൂക്ക് ഹിജർ, സൂക്ക് മഷ്കർ, അതേപോലെ സൂക്ക് ദുബ, ഇങ്ങനെ പല സൂക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അറേബ്യൻ ഉപദ്വീപിലും അറബികൾക്കുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഈജിപ്തിലുണ്ടായിരുന്ന സൂക്ക്. സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം വിറ്റഴിക്കൽ പരിപാടി മാത്രമല്ല, പിന്നെയോ അതൊരു ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കൊട്ടും മുട്ടും ഒക്കെയായി വന്ന് സൂക്കിൽ വെറും കൊടുക്കലും വാങ്ങലും മാത്രമല്ല, കൊടുക്കലും വാങ്ങലും ഏതിൽ കൂടിയുണ്ട്, സാഹിത്യത്തിൽ കൂടിയുണ്ട്. ഗദ്യാവിഷ്കാരങ്ങൾ, പദ്യാവിഷ്കാരങ്ങൾ, പല പരിപാടികളായിട്ട് വളരെ ആഘോഷപൂർവ്വം നടത്തിയിരുന്നതാണ് ഈ സൂക്കുകൾ. അപ്പം അതാണ് ഈജിപ്തിൻ്റെ ആ യോമുസീനയുടെ പ്രത്യേകത. അത് യോമു സൂക്ക് കൂടിയായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞത് ഇപ്പം യോമു വഫാ ഉന്നീൽ, ചിലർ പറഞ്ഞത് യോമു സൂക്ക്, അവരുടെ സൂക്കിൻ്റെ ദിവസം. അതേപോലെ ചിലർ പറഞ്ഞത് ആഷൂറ ദിവസമാണ്. യോമുസീന എന്ന് പറഞ്ഞാൽ യോമു ആഷൂറ, അങ്ങനെയൊക്കെ അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. അലാക്കുല്ലിൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൗഈദുക്കും യൗമുസ്സീന വ അൻ യുഹ്ശറന്നാസു ദുഹ, നമ്മളത് വിശദീകരിച്ചു.